അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, പാർട്ടിനെ ആഡ് ചെയ്തു, നമ്മളിങ്ങനെ ലോഗിനൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പർച്ചേസ് ആണല്ലോ. അപ്പോൾ നമ്മൾ പർച്ചേസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം പർച്ചേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൻ്റർ പാർട്ടി നെയിം ഉണ്ട്. നമ്മൾ ഏത് സപ്ലയർ അടുത്തുനിന്നാണ് പർച്ചേസ് ചെയ്യണമെന്നുള്ള അത് എടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് വരിക. നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഹെഡ്ഫോൺ സ്റ്റീരിയോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി ഇതേപോലെ കൂട്ടാനും മൈനസ് ചെയ്ത് കുറക്കാനും പറ്റും. ഇത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് ഇപ്പം 5 എണ്ണോ 10 എണ്ണോ അങ്ങനെ വെച്ചാൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പ്രൈസ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ പർച്ചേസ് പ്രൈസ് ഇപ്പോൾ ഈ 100 ഉള്ളത് നമുക്കൊരു 95 അങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഇവിടെ ഈ പ്രൈസ് എന്നുള്ളത് കണ്ടില്ലേ, ഈ പ്രൈസിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇപ്പം 95 ഉള്ളത് നമുക്ക് ഇനിയിപ്പോൾ 98 ആക്കണം. അത് ഇനി പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടിക്ക് ഇട്ട് കൊടുത്താൽ അത് പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അല്ല നമുക്ക് ഒറ്റ ഇതിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ ടിക്കില്ലാതെ നമുക്ക് ഇവിടെ സേവ് ചെയ്താൽ അത് റെഡി ആവും. അതേപോലെ നമുക്ക് ഈ പിക്ചർ മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി നിൽക്കും പ്രൊഡക്റ്റ്. ഇപ്പം ഒരേ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് 2 പ്രൈസിൽ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പേര് മാറ്റണമെങ്കിൽ മാറ്റാം. ഇതേപോലെ തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റിനും ഇതേപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് പർച്ചേസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ പ്രൊസീഡ് അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇവിടെ ഇതാവും. നമുക്ക് ഇനി പാർട്ടി നെയിം ഇവിടെ ഒന്ന് നമുക്ക് സപ്ലയർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇപ്പം ക്യാഷ് പാർട്ടിയോ ലൈനോ ടെസ്റ്റോ ഏതാണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ ഇനി ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. അത് നമ്മളൊന്ന് അടിച്ചു വെക്കുക. നമ്മൾ ഇൻവോയ്സ് നമ്പർ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസിൻ്റെ അടിച്ചു കൊടുത്താൽ നമുക്ക് ആ പർച്ചേസ് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.